Assalamualaikum dear friends, welcome back to Shami's Curved. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കപ്പ വെച്ചിട്ടാണ് ഈ മധുര പലഹാരം തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ കപ്പ വെച്ചിട്ട് നിങ്ങൾ ആരും ഇതുവരെ മധുര പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അധികം എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന 3 ചേരുവ കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലാത്ത ഈ കപ്പ വെച്ചിട്ടുള്ള മധുര പലഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പ ഒന്ന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ ഞാനിവിടെ ഏകദേശം 1/2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ കപ്പ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഈ കപ്പ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കപ്പയുടെ നടുഭാഗത്ത് ഇതുപോലെ വരകളുണ്ട്, നാരുകളുണ്ടാവും. അത് നമുക്ക് മാറ്റി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നാരുകളുണ്ട്, അത് നമുക്ക് മാറ്റാം. ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാ കപ്പയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2-3 വെള്ളം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. നമുക്ക് കഴുകിയെടുക്കാം. ഇനി ഇതുപോലെ 2 പ്രാവശ്യം കൂടെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പൊ നമ്മുടെ കപ്പ 3 വെള്ളം കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം, വേവിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു സോസ് പാൻ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം ഒന്ന് നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി മാറ്റി വെച്ച കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ കപ്പ എടുക്കുമ്പോൾ നമ്മൾ കുക്കറിലൊന്നും വെച്ച് വേവിക്കാൻ പാടില്ല. ഇത് വെന്ത് കുഴഞ്ഞങ്ങ് പോകാൻ പാടില്ല. നമുക്ക് വെന്ത് കുഴയാത്ത രീതിയിൽ വേണം ഈ കപ്പ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്ന് തിളച്ച് വരട്ടെ. കുറച്ച് സമയം ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ 5 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കട്ടൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് അരിച്ച് ഒഴിച്ചതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് അരിച്ചൊഴിക്കാം. തിളപ്പിച്ച കപ്പയുടെ വെള്ളം നമുക്ക് മാറ്റാം. അപ്പൊ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെള്ളമെല്ലാം കളഞ്ഞെടുത്ത കപ്പ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കപ്പ ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്റെ ചാനൽ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ഒഴിക്കരുത്, എന്നാൽ ഇതിന്റെ വേഗം അങ്ങ് കുറയും. അപ്പൊ 4 കപ്പ് വെള്ളം തന്നെയാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒന്നും ഊറ്റിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് വെന്ത് വന്നാൽ മാത്രം മതി. വെന്തങ്ങ് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇപ്പൊ കപ്പ തിളച്ച് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കപ്പ നമുക്ക് എങ്ങനെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ അതിൽ നിന്ന് ഒരു പീസ് കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കപ്പ നമുക്കൊന്ന് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് മുറിച്ച് നോക്കണം. അപ്പൊ അതാ ഇതുപോലെ മുറിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ മുറിഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മുറിഞ്ഞ് വരുന്ന അത്രയും സമയം വരെ നമുക്ക് വേവിച്ചെടുക്കണം. ചിലപ്പോൾ 10-15 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ കപ്പ നോക്കി വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് കപ്പ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. വെന്ത് കുഴയാൻ പാടില്ല. അപ്പൊ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഒരിക്കലും മൂടി വെച്ച് വേവിക്കാൻ പാടില്ല. ഇനി നമുക്ക് കപ്പയുടെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പൊ വെള്ളമെല്ലാം കളഞ്ഞെടുത്ത കപ്പ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചോ ഒരു മാഷർ വെച്ചോ നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. അപ്പൊ ചെറിയ ചെറിയ പീസായിട്ട് വേണം നമുക്ക് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ കൂടുതൽ വെന്ത് കുഴഞ്ഞ കപ്പയൊന്നും അല്ലല്ലോ, ഒരു 90% മാത്രമേ വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ മാഷർ വെച്ച് നമുക്ക് ഇതുപോലെ മാഷ് ചെയ്തെടുത്ത ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ കപ്പ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വേണം ഇരിക്കാൻ. വെന്തങ്ങ് നമ്മൾക്ക് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇത് മാറ്റി വെക്കാം.
അടുത്തതായിട്ട് നമ്മുടെ ഈ പലഹാരത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പൊടിച്ചാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് കറുത്ത ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടെ നിറവും ടേസ്റ്റും കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ശർക്കരയാണോ ഉള്ളത് അത് എടുക്കുക. അപ്പോൾ ഇത് ഒന്നും പാവൊന്നും ആവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അത് ഉരുക്കി കിട്ടും. അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടാണല്ലോ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉരുകി വരട്ടെ. അപ്പൊ നമ്മുടെ ശർക്കരയൊക്കെ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊടിച്ചിട്ട് എടുത്തോണ്ട് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി മണ്ണും കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീലിന്റെ അരിപ്പാണ് അരിച്ചൊഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചൂടോടുകൂടി അരിച്ചൊഴിക്കുന്നത് കൊണ്ട് സ്റ്റീലിന്റെ അരിപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് അരിപ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുകി പോകും. അപ്പോൾ അതാ അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അഴുക്ക് കളയാം. അപ്പോൾ നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തിരുമിയെടുത്ത തേങ്ങയാണ്, പച്ച തേങ്ങയാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ചേർക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ തേങ്ങയും ശർക്കരയും ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പൊ നമ്മുടെ തേങ്ങയും ശർക്കരയും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്കയാണെന്നെങ്കിൽ ഒരു 3 ഏലക്ക തല്ലി ഇട്ട് കൊടുത്താൽ മതി. ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് 2 പിഞ്ച് ഉപ്പ് ചേർക്കാനുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ കപ്പ വേവിച്ചതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന്റെ ഉപ്പൊന്നും ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ശർക്കരയിൽ ഉപ്പിന്റെ അംശം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പിന്റെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിന്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിവിടെ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് മാറ്റി വെച്ച കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ മുഴുവൻ കപ്പയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കണം. നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ കപ്പയും ഈ ശർക്കരയും തേങ്ങയും നല്ലോണം യോജിച്ച് കിട്ടണം. കപ്പ വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കട്ടകളൊക്കെ വലുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് തടുത്തവി വെച്ച് ഉടച്ചു കൊടുക്കാം. ഒരുപാട് വലിയ കഷ്ണങ്ങളൊന്നും വരാൻ പാടില്ല. ചെറിയ ചെറിയ പീസുകളാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ വലുതായിട്ട് കിടന്ന പീസൊക്കെ ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കുറുകി വരണം. ഒരുപാട് അങ്ങ് കുറുകേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് മധുരമാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇത്രയും മതി. ഇങ്ങനെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് വറ്റിപ്പോകാൻ പാടില്ല, എന്നാൽ നമ്മുടെ പലഹാരം കട്ടിയായി പോകും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം, കുറച്ച് കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവസാനം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് മതിയാക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നെയ്യ് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊന്ന് റോസ്റ്റ് ആയി വരട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ എല്ലാവരുടെ വീട്ടിലും കിസ്മിസും അണ്ടിപ്പരിപ്പാണല്ലോ സാധാരണ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ അവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ നേരത്തെ മാറ്റി വെച്ച മിക്സിലോട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ
എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കാണാൻ തന്നെ നല്ല രസമല്ലേ, കഴിക്കാനായിട്ട് അതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ കപ്പ വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുകയില്ല, കപ്പയുടെ ആ കുത്തലോ ഒന്നും തന്നെ കാണില്ല, നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. കപ്പ വെച്ചിട്ടുള്ള കിടിലൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.